അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ കോട്ടയത്തേക്ക് വീണ്ടും പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ അമ്പുഷൂറുടെയും ഉമ്മാറുടെയും, പക്ഷേ ഉമ്മ നമ്മളൊന്നിച്ചിട്ടല്ല വരുന്നത്, ഉമ്മക്ക് വേറെ സ്ഥലത്ത് പോകണം. അപ്പോൾ ഒന്നിച്ച് റിക്ഷയിൽ വരാൻ വെച്ചിട്ട് ഇതാ നമ്മൾ റിക്ഷ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്പുഷൂരോട് ഞാൻ ചോദിച്ചു ഏടക്ക് പോകുന്നതെന്ന്. അപ്പോൾ അമ്പുഷ് ഇപ്പോൾ പറയും കേട്ടോ, ഓളെ വിചാരം ഉമ്മ ഞങ്ങളൊക്കെ വരുന്നുണ്ടെന്ന്. ഉമ്മാണെങ്കിൽ മൊഴുതിന് പോകാൻ വേണ്ടിയിട്ട് റിക്ഷയിൽ കയറി നോക്കറിയില്ല. പിന്നെ ഉമ്മക്ക് നല്ല ബേജാറുണ്ടായിരുന്നു. ഉമ്മ ഇറങ്ങിയ മുതലാണെങ്കിൽ അമ്പുഷിൻ്റെ കരച്ചിൽ തുടങ്ങി. കരച്ചിൽ തന്നെ 1.5 കരച്ചിലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ബേജാറുണ്ടായിരുന്നു. ഓക്ക് മാത്രമല്ല ബേജാറ്, എനിക്ക് നല്ല ബേജാറുണ്ടായി. പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് പോകുന്നുള്ളത് കൊണ്ട് ആ ബേജാർ അങ്ങനെ കാണിക്കാൻ തന്നിട്ടുണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി മക്കളെ. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നേരെ പോയത് അറിയോ, ലിഫ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അത് മനസ്സിലായി ഈ ലിഫ്റ്റ് നേരെയില്ലാന്ന്. ലിഫ്റ്റ് നേരില്ലെങ്കിൽ എൻ്റെ റബ്ബേ എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ ലഗേജ് പിടിച്ച് മുകളിലേക്ക് നടക്കണമല്ലോ, ഒറ്റക്കാകുമ്പോൾ ഭയങ്കര സീനായിരിക്കും. അങ്ങനെ നമ്മൾ ലഗേജ് പിടിച്ച് മുകളിലേക്ക് നടന്നിട്ട് ഇപ്പുറത്തെ ലിഫ്റ്റിൽ പോകുമ്പോൾ ഭാഗ്യത്തിന് ആ ലിഫ്റ്റ് നേരെയുണ്ട്. പിന്നെ അവിടെ കഴിഞ്ഞിട്ട് നേരെ ഒരു 1.5 നടത്തായിരുന്നു, വേറൊന്നുമല്ല, പോകണമെങ്കിൽ ലാസ്റ്റായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ട്രെയിനിലേക്ക് കരച്ചിൽ മാറ്റില്ല. അമ്പുഷു ബേജാറിലാണ്. കുറച്ച് അമ്പുഷിനെ അങ്ങനെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് പിന്നെ അമ്പുഷാണെങ്കിലേ ട്രെയിൻ കയറി കഴിഞ്ഞാൽ പോലെയാണ് കണ്ടെടുത്തും പോയെടുത്തും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഉളത്തിയിട്ടുണ്ടാവും. അതേപോലെ ചെറിയ ആൾക്കാർ മുതൽ വലിയ ആൾക്കാർ മുതൽ ഉള്ള ഫ്രണ്ട്സായിട്ട് മാറും. അത് അമ്പുഷിനൊരു ഹൈലൈറ്റ് എന്ന് വേണം പറയാം. എന്നാൽ പിന്നെ ചില സമയത്ത് ഞാൻ അവളോട് പറഞ്ഞാൽ അടങ്ങിയിട്ട് ഇരിക്കുമല്ലോ, അപ്പം നമുക്കൊരു സമാധാനക്കാരം. എന്തായാലും ട്രെയിനല്ലേ, നമ്മൾ വിചാരിച്ച പോലെ അല്ല, എന്തായാലും സമയത്ത് സമയിക്കുന്ന അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ചിങ്ങനെ എങ്ങനെയെല്ലാം പിടിച്ച് കെട്ടാൻ നോക്കും. ആ കെട്ടീൻ്റെ കരച്ചിലാണ് ഈ കാണുന്നത്. എന്തായാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിലും പോകാനും ഫ്ലൈറ്റ് എല്ലാം. നമുക്ക് ഇങ്ങനെ യാത്രകൾ ചെയ്യാനും പിന്നെ അതേപോലെ എല്ലായിടത്തും ഓടിച്ചാൽ ഇങ്ങനെ കളിക്കും. പിന്നെ കളിച്ച് ലാസ്റ്റോളം ഉറങ്ങി. അങ്ങനെ കോഴിക്കോട് എത്താറായിട്ടുണ്ട്. അമ്പുഷ് നല്ല ഉറക്കിലാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചായ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ചായ കുടിക്കില്ല. പിന്നെ അത് മാത്രമല്ല, നോമ്പും കൂടിയുണ്ട്. പിന്നെ ഇല്ലേ ബന്ധവാരത്തിൽ കിട്ടുന്ന ഈ മുറുക്കില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഇവിടുന്ന് അങ്ങനെ കിട്ടില്ല. അതിൽ ഒരു സ്പെഷ്യൽ ഒരു മിച്ചറ് പൊരി അങ്ങനെയെല്ലാം വന്നിട്ടുള്ളൊരു മുറുക്കുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്, നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മിച്ചറെന്ന് എന്ത് പറയണം നമുക്കറിയില്ല. എന്തായാലും സംഭവം പൊളിയാണ്. പക്ഷേ എല്ലാ സമയവും ഒരേപോലെ അല്ല, കുറച്ച് നാൾ ഒരേപോലെ തന്നെ ഉണ്ടായി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാറിയിട്ട് എന്തൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അമ്പുഷ് എണിച്ചിട്ടാകുമ്പോൾ എൻ്റെ മൂഡ് ഓഫ് ഉണ്ടായിരുന്നു. എന്ത് കാരണം വെച്ചാൽ ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാത്തത് കൊണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കോഴിക്കോട് എത്തിയപ്പോൾ അപ്പുറത്തെ സീറ്റിൽ ആൾ വന്നപ്പോൾ ഈ അങ്കിൾ നടുവിലായി. അത് മുതൽ അമ്പുഷും അങ്കിളും ഭയങ്കര കൂട്ടായി. കൂട്ടെന്ന് പറഞ്ഞാൽ ഒരു 1.5 കൂട്ട്. ആ അങ്കിളിന് അവളിട്ട് പൊരിച്ചെന്ന് തന്നെ വേണം. ഒന്നെങ്കിൽ ഈ അങ്കിളിൻ്റെ വീട്ടിൽ കുഞ്ഞുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ അങ്കിളിന് ഭയങ്കര കുഞ്ഞുങ്ങളായിട്ട് ഭയങ്കര ഇഷ്ടം തോന്നും. കാരണം അമ്പുഷേറ്റ് ഭയങ്കര കമ്പനിയായിരുന്നു. കമ്പനി എന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഇതുപോലെയായിരുന്നു. പാട്ടൊക്കെ പാടി കൊടുക്കുമ്പോൾ പിടിച്ചു കൊടുക്കുന്നത്. അമ്പുഷിനോട് ഇങ്ങോട്ട് പോയിട്ട് ചോദിക്കാം, പിടിച്ചു തരണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്താ പറയുക, ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പം നമുക്ക് അറിയത്തില്ല നമ്മൾ ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന മൈൻഡ് എങ്ങനെ ആയിരിക്കുന്നു. അവരിപ്പോൾ ഏത് മൈൻഡിലായിരിക്കും എങ്ങനെയൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആരുടെ ഇങ്ങനെ പോയിട്ട് അമ്പുഷ് ഇങ്ങനെ ചോറിയാണ് ഞാൻ പോയിട്ട് അറിയോ സോറി ഒന്ന് വിചാരിക്കല്ലേ അങ്ങനെ. അപ്പം ചില ആൾക്കാർ അയ്യോ കുഴപ്പമില്ല, ചില ആൾ ഭയങ്കര മുഖമൊക്കെ ഇരിക്കും. അങ്ങനെ നോമ്പ് തുറക്കാൻ സമയമായി. ഈത്തപ്പായും ആപ്പിൾ മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിട്ട്. എല്ലാ വർഷവും ഒരു 2-3 പ്രാവശ്യം ഞാൻ എന്തായാലും ട്രെയിനിൽ നിന്ന് നോമ്പ് തുറക്കലുണ്ട്. അതുപോലെ ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് എത്തത് ഇൻഷാല്ലാ ഇനിയിപ്പോൾ 2-3 എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഫുഡ് വന്ന്, സത്യം പറയാലോ ഈ വരുന്നതിന് എത്രയോ പ്രാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം വന്നത് എനിപ്പോൾ നോമ്പ് തുറന്ന ക്ഷീണം കൊണ്ടോ പഴിച്ചിട്ട് കൊണ്ടോ ഒന്നും നമുക്കറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ബിരിയാണി ഇല്ലേ നോർമൽ നമ്മൾ ട്രെയിനിൽ നിന്ന് കിട്ടുന്ന പോലെ ഒന്നുമല്ല, എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാം എന്തായാലും സംഭവം ഭയങ്കര പൊളിയായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഫുള്ള് കഴിച്ചിന് ചെയ്തതിന് രാത്രി വേറൊന്നും തിന്നിട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് എത്തിയപ്പോൾ വേറൊരു ഫാമിലി കിട്ടിയപ്പോൾ അവരോട് അമ്പുഷ് കമ്പനിയായി. നേരത്തെ അങ്കിളാണെങ്കിൽ ഇപ്പോൾ ഒരു ആൻറ്റി ആയിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ബാക്കി വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടാണ്. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയി. ഇപ്പം ഞാൻ കോട്ടയത്തൊക്കെ എത്തിയിട്ട് ഏകദേശം 2 ദിവസമായി. ഇത് ഇന്നാണ് എഡിറ്റൊക്കെ ഇടുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.